അതായത് കേരളത്തിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള മീറ്റിൻ്റെ 1/3 ഉൽപ്പാദനമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ആശ്രയിച്ചേ പറ്റൂ. നമ്മൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ അത് നമ്മളുടെ നാടൻ ആടുകളെ, മലബാറി ആടുകളുടെ ഒരുവിധമൊക്കെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നെ ഈ വരുന്നതോട് കൂടിയിട്ട് അതിന് ചെറിയ സിംറ്റംസൊക്കെ ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതല്ലേ, കാലാവസ്ഥ ചേഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് PPR ആട് വസന്ത പോലുള്ളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നാട്ടിലെ ആടുകളെയും അത് ബാധിച്ചിട്ടുണ്ട് കുറൊക്കെ. പിന്നെ ഇല്ലയെന്ന് പറയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കർഷകർക്കൊക്കെ ഒരു സമയത്ത് ഈ ആടിൻ്റെ പുറകെ ആളുകൾ പോയിട്ട് ഇതിന് വേണ്ടത്ര വില കിട്ടാതെയും അങ്ങനെ മലബാറി ആട് എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്പർ 1 ആടുകളിൽ ഒന്നാണ്. അത് നമ്മളെ യാഥാർത്ഥ്യം മറന്നുകൂടാ. അത് കണ്ണന്മാരൊക്കെ അത്യാവശ്യം സെറ്റാക്കി വെച്ചു. മലയാളികൾ അതിലേക്ക് വരണം, നമ്മളത് തിരിച്ചു കൊണ്ടുവരണം നിർബന്ധം. ഞാനും അതിന് ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ നല്ലൊരു യൂണിറ്റ് അതിന് വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിലൊരു നല്ലൊരു യൂണിറ്റ് കർഷകർക്ക് മാത്രമല്ല നമ്മുടെ ഒരു ലൈവ് സ്റ്റോക്ക് മലബാറി ആടിൻ്റെ നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നോക്കുന്നുണ്ട്, പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. അതിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ആടുകൾ, മലബാറി ആടുകളുള്ളവർ അതന്നെ കണ്ടിന്യൂ ചെയ്തോളി. അതിൻ്റെ ഇടയിൽ വേറെ വരവാടിനൊന്നും കയറ്റാൻ നിൽക്കണ്ട. അത് മലബാറി ആട് തന്നെ ഏറ്റവും നല്ലത്. പക്ഷേ വരവാടിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരവാടിൻ്റെ മീറ്റ് റേഷ്യോ കുറച്ച് കൂടും. നാടനാടിനേക്കാളും കൊഴുപ്പ് കുറച്ച് കുറവുണ്ടാവും. പിന്നെ യഥേഷ്ടം ലഭ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു 1000 ആട് വേണമെന്ന് പറഞ്ഞാൽ മാസം നടന്നാൽ കിട്ടൂല. അതേസമയം നമുക്ക് ഇന്ന് പറഞ്ഞാൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം. അതായത് രാജസ്ഥാനിൽ നിന്ന് വണ്ടി വരാൻ അവിടെ മാണ്ടി എപ്പോഴും ഉണ്ട്, മാർക്കറ്റ് എപ്പോഴും ഉണ്ട്. അതായത് മാർക്കറ്റ് ഡേ നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. ഇപ്പം നമുക്കൊക്കെ വരുന്നത് ചൊവ്വാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ ബുധനാഴ്ച മോർണിംഗ് വരെ ഉണ്ട്. വെള്ളിയാഴ്ച തുടങ്ങിയാൽ ശനിയാഴ്ച വരെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 ദിവസത്തെ റണ്ണിങ് ടൈമേ വരുള്ളൂ. ആട് എത്ര വേണമെങ്കിൽ കിട്ടും. അത് ഏത് ക്വാളിറ്റിയും കിട്ടും കേട്ടോ. 1 ഇയർ പിന്നെ ആവാത്ത ആടാണെങ്കിലും ഭയങ്കര ക്വാളിറ്റി ഇറച്ചിക്കൊക്കെ. ഞാൻ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്താൽ ചിലപ്പോൾ കർഷകർക്ക് ഇഷ്ടമല്ല, പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ അത് ചെയ്യണവർ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് അത് വേറെ ചെയ്യുക. ഇതും കൂടി കലർത്തിയിട്ട് ക്രോസായി ഇതിൻ്റെയൊക്കെ കൂടിയിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അത് ബ്രീഡ് നഷ്ടപ്പെടുത്തരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണത് നല്ലതാണ്.